हरि ओम हरि ओम। ओम श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुखं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्दतमानतोऽस्मि। ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुःसुरासुरगणाः देवाय तस्मै नमः। नारायण। ओम नमो भगवते वासुदेवाय। ओम श्रीकृष्ण परमात्मने नमः। ओम नमो नारायणाय। ओम नमः परमऋषिभ्यो नमः। परमऋषिभ्यः हरि ओम। എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഭഗവത്ഗീത വിചാര പരമ്പര തുടരുന്നു. 37-ാമത്തെ
ക്ലാസ്സാ തോന്നുന്നു. രണ്ടാം അധ്യായം 14 ശ്ലോകമോ 15 ശ്ലോകമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 14 ശ്ലോകം കണ്ടു. ഇനി 15 പ്രവേശിക്കണം. ഒരു പ്രാവശ്യം വായിക്കാം. 14 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ദ്വിതീയോധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. യിഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന. ഗുരൂൻ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കദരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധർത്തരാഷ്ട്രാഃ. കാർപണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ. ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ. തദാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ. ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. നാരായണ. ഈ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അർജുനനെ ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഒന്ന് ഇരുത്തി അർജുനൻ്റെ പാണ്ഡിത്യ അഭിമാനം ഉണ്ടെങ്കിൽ
അതിനെ നിരാകരിച്ചുകൊണ്ട് അർജുനൻ്റെ പാണ്ഡിത്യം അർജുനന് തന്നെ പ്രയോജനമില്ലാത്തതാണ്. പണ്ഡിതനെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ മൂഢനാണ്, അതുകൊണ്ടാണ് നീ വിഷമിക്കുന്നത്. നാനു ശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ്റെ അറിവും അർജുനൻ്റെ വാദങ്ങളും പൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ദുഃഖിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പാരമാർത്ഥിക ദൃഷ്ടിയ ഞാനും നീയും ഈ പറയുന്ന ഈ നിൽക്കുന്നതായിട്ടുള്ള നിന്റെ ബന്ധുക്കളായ രാജാക്കന്മാർ, ഈ ഭടന്മാർ എല്ലാവരും തന്നെ മുമ്പില്ലാതിരുന്നിട്ടില്ല, ഭാവിയിൽ ഇല്ലാതാവുകയുമില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ദുഃഖിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അവരില്ലാതാവുന്നു, അവർ മരിക്കുന്നു, ഞാൻ കാരണം എന്നുള്ളതായിട്ടുള്ള ദുഃഖം മൂഢതയാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ ആണ് ഈ മരണം എന്ന് പറഞ്ഞാൽ, മരണം എന്നുള്ളതൊരു സാധാരണ സംഭവമാക്കൂ, അതിനെ വലിയൊരു അസാധാരണമായിട്ടുള്ളൊരു കാര്യമാക്കി കണക്കാക്കേണ്ടതില്ല. സാധാരണ കാര്യങ്ങളിൽ നമ്മളാരും വിഷമിക്കാറില്ലല്ലോ. നമ്മുടെ കൗമാരം അല്ലെങ്കിൽ ബാല്യം പോയി യൗവനം വന്നു, നമ്മുടെ ശരീരം മാറി, നമ്മളാരും വിഷമിച്ചില്ലല്ലോ. ഇത് ലോകസാധാരണമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ വളരണ്ടെന്ന് വിചാരിച്ചാലും കാലം എന്നെ വളർത്തുമല്ലോ, കാലം എന്നെ തള്ളി കൊണ്ടുപോകുമല്ലോ, അതിലെനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലല്ലോ. അപ്പം ഈ ശരീരത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും, വളരണ്ടെന്ന് വിചാരിച്ചാലും. അതുപോലെ തന്നെയാണ് അതിൻ്റെ തളർച്ചയിലും വൃദ്ധാവസ്ഥയെ പ്രാപിക്കുന്നതിലും നമുക്ക് ആർക്കും നിയന്ത്രണം ഇല്ല. ഒരു പരിധി വരെ പരിശ്രമിക്കാം എന്നല്ലാതെ നമുക്കാർക്കും ഇതിൽ നിയന്ത്രണം ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ദേഹം ഉപേക്ഷിക്കുന്ന കാര്യത്തിലും നമുക്ക് നിയന്ത്രണം ഇല്ല. അത് ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ അതാരാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും അത് ഉപേക്ഷിച്ചേ പറ്റൂ. എന്നിട്ട് വേറെ ശരീരം കിട്ടുകയും ചെയ്യും, ആളില്ലാതാവുന്നില്ല. അപ്പം ഈ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നതുപോലെ മാത്രമുള്ള ഒരു പരിണാമമാണ്, ഒരവസ്ഥാന്തരമാണ് ദേഹാന്തരപ്രാപ്തിയും. അതിനെക്കുറിച്ച് അറിയുന്ന വിവേകികളായിട്ടുള്ള ആളുകൾ ധീരഃ തത്ര ന മുഹ്യതി. അപ്പോൾ പരമാർത്ഥത്തെ ദർശിക്കൂ, വ്യാവഹാരിക തലത്തിൽ മാത്രം മൂഢനായി നിൽക്കാതെ, തൽക്കാല കാര്യങ്ങളിൽ മാത്രം മനസ്സ് ഉടക്കിപ്പോകാതെ, മുൻപും പിൻപും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ദീർഘമായി ചിന്തിക്കൂ. മുൻപ് എന്തൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, ഇനി പിൻപ് എന്തൊക്കെ നടക്കാനിരിക്കുന്നു, ഈ ലോകത്തിൽ നടക്കുന്ന ഈ പരിണാമങ്ങളെല്ലാം തന്നെ അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്, അത് അനിവാര്യമായിട്ടുള്ളതാണ്, അത് ലോക സ്വഭാവമാണ്. അതിനെ മാറ്റാൻ, വ്യാവഹാരികമായിട്ടുള്ള തലത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ പലയിടത്തും നിസ്സഹായരാണ്. അതുകൊണ്ട് വ്യാവഹാരികമായിട്ടുള്ള മാറ്റം സാധാരണമായതുകൊണ്ട് തന്നെ ആ സാധാരണമായ കാര്യത്തിൽ നമ്മൾ എന്തിനു വിഷമിക്കണം? പാരമാർത്ഥികമായിട്ടുള്ള തലത്തിൽ എല്ലാവരും നിത്യന്മാരായതുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതാണ് രണ്ട് സ്റ്റാൻഡ്. ഈ ഭഗവത്ഗീതയിലെ ഉടനീളം നോക്കിയാൽ ആദ്യത്തെ ഈ സാഖ്യയോഗം എന്നുള്ളതായിട്ടുള്ള ഈ ഭാഗത്ത് രണ്ട് സ്റ്റാൻഡാണ്. ഒന്നുകിൽ പാരമാർത്ഥിക ദൃഷ്ടിയ പരമാർത്ഥത്തെ അംഗീകരിക്കുക, ഒന്നിനും നാശമില്ല എന്നുള്ളതായിട്ടുള്ള വസ്തുതയെ, അഥവാ ആത്മാവിന് നാശമില്ല എന്നുള്ള, സത്യമായിട്ടുള്ള വസ്തുവിന് നാശമില്ല എന്നിട്ടുള്ള ആ വസ്തുതയെ അംഗീകരിച്ച് സ്വസ്ഥരാവുക, ശാന്തരാവുക.
മറ്റൊരു ദൃഷ്ടി വ്യാവഹാരിക ദൃഷ്ടിയാണെങ്കിൽ വ്യാവഹാരിക ദൃഷ്ടിയെ നല്ലതുപോലെ നോക്കിക്കാണുക, വികലമായി നോക്കാതിരിക്കുക, സകലമായി നോക്കുക, സമഗ്രമായി നോക്കുക. നമ്മൾ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെ നല്ലതുപോലെ വിലയിരുത്തുക. എല്ലായിടത്തും സാധാരണമായി നടക്കുന്ന കാര്യമല്ലേ, ആ സാധാരണമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യം ഇല്ല എന്ന്. അങ്ങനെ രണ്ട് ദൃഷ്ടി, വ്യാവഹാരിക തലം, പാരമാർത്ഥിക തലം. അപ്പോൾ വ്യാവഹാരിക തലത്തിൽ സാധാരണമായതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അതവിടുത്തെ വ്യാവഹാരിക തലത്തിലുള്ള ധർമ്മമാണ്. പാരമാർത്ഥിക തലത്തിൽ ഒന്നിനും നാശമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതും ഇല്ല, വിഷമിക്കേണ്ട കാര്യം ഇല്ല. ഇത് ബേസായിട്ടുള്ള ആദ്യത്തെ ആശയം. അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിക്കൊണ്ട് ശരി, പാരമാർത്ഥിക ദൃഷ്ട്യാ ആരും നശിക്കുന്നില്ലെങ്കിലും ഈ വ്യാവഹാരിക തലത്തിൽ നമ്മൾക്ക് പലപ്പോഴും സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിന് ഭൗതിക സാഹചര്യങ്ങൾ കാരണമാകുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞതാണ് മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത എന്നത്. ഈ വിഷയങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംബന്ധം, വിഷയാനുഭവം, അത് ശീതം ഉഷ്ണം എന്നുള്ളതായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് തരുന്നുണ്ട്. അതിനെ സുഖവും ദുഃഖവുമാക്കി മാറ്റുന്നത് നമ്മുടെ മനോനിലയാണ്. നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ കാണുന്നു, ഏത് തലത്തിൽ അതിനെ എടുക്കുന്നു, അതനുസരിച്ചാണ്. അതിനെ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല, അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. ആഗമ അപായിനഃ അനിത്യാഹ, വരുന്നതും പോകുന്നതുമാണ്, അനിത്യങ്ങളാണ്, ഒന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല. ശീതമാവട്ടെ ഉഷ്ണമാകട്ടെ, അല്ലെങ്കിൽ സുഖമാകട്ടെ ദുഃഖമാകട്ടെ, എല്ലാം വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് പ്രകൃതിയിൽ അനിവാര്യമായിട്ടുള്ളതാണ്, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഭൂമിയിൽ ഏത് ഭാഗത്തിരിക്കുന്നുവോ അവിടുത്തെ ആ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം പരിചയിച്ച് പരിശീലനം നേടുക, അതിനെ ഉൾക്കൊള്ളുക, അതിനെ അക്കോമഡേറ്റ് ചെയ്യുക. ഏത് ദേശത്താണോ ആ ദേശത്തെ കാലാവസ്ഥയുമായി നമ്മൾ ഇഴുകിച്ചേരുക, അതിനനുസരിച്ച് ഒരു ജീവിത രീതിയെ നയിക്കുക. അതിനെ വല്ലാതെ വിഷമിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഈ ശീതം ഉഷ്ണം എന്നൊക്കെ പറയുന്നത് വെറും സാപേക്ഷികമായിട്ടുള്ളതാണ്, സാങ്കേതികമായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിനെ ശീതമെന്നോ ഉഷ്ണമെന്നോ പറയാൻ പറ്റുന്നതല്ല. ഓരോരുത്തരുടെ ശരീരം ഏത് ടെമ്പറേച്ചറുമായിട്ട് പരിശീലിച്ചിരിക്കുന്നുവോ പരിചിതമായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അയാൾ ശീതത്തെയും ഉഷ്ണത്തെയും വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില എന്ന് പറയുമ്പോൾ അത് തണുപ്പ് രാജ്യങ്ങളിൽ ശീലിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ കൂടിയ താപനിലയാണ്. മൈനസ് ടെമ്പറേച്ചറിൽ 0 ഡിഗ്രിയിലും അല്ലെങ്കിൽ മൈനസിലുമൊക്കെ ശീലിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾക്ക് 20 ഡിഗ്രി എന്നുള്ളത് വലിയൊരു ഉയർന്ന താപനിലയാണ്. നേരെ മറിച്ച് 40 ഡിഗ്രിയിലും 50 ഡിഗ്രിയിലും മരുഭൂമി പോലെയുള്ളതായിട്ട് ട്രോപ്പിക്കൽ രാജ്യങ്ങളിലും ഒക്കെ ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് 20 ഡിഗ്രി എന്നുള്ളത് വളരെ താഴ്ന്ന താപനിലയാണ്. അപ്പം അത് രണ്ട് കൂട്ടരുടെ എവിടുന്ന് നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അവർ പരിചയിച്ച അവസ്ഥയിൽ നിന്നാണ് അത് ശീതം ഉഷ്ണം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട് സഹിക്കുക, അതിനുള്ള ബലം നേടുക, ആന്തരികമായിട്ടുള്ള
ബലം നേടുക. ആഗമ അപായിനഃ അനിത്യാഹ താൻ തിതിക്ഷസ്വ. അവയെ അവഗണിക്കാൻ ശീലിക്കുക, സഹിക്കാൻ ശീലിക്കുക, സഹനശക്തി വളർത്തുക. അതായിരുന്നു നമ്മൾ ഇത്രയും ദിവസം, അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള വിഷയം. അടുത്ത ശ്ലോകം ഇതിൻ്റെ തുടർച്ചയാണ്. 15-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. 15-ാം ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാചകം ആദിശങ്കര ഭഗവത്പാദർ പറയുന്നു. ശീതോഷ്ണാദീൻ സഹതഃ കിം സ്യാദ് ഇതി ശൃണു. ശീതോഷ്ണാദികളെ സഹിക്കുന്നവർക്ക് എന്തുണ്ടാവും, എന്ത് പ്രയോജനം? ഇതി ശൃണു, എന്ന് കേട്ടോളൂ. അപ്പൊ ശീതോഷ്ണാദികളെ സഹിച്ച് ശീലിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പൊ സഹിച്ച് ശീലിക്കൂ, അതുകൊണ്ടുള്ള പ്രയോജനം പറയാം എന്ന് അടുത്ത ശ്ലോകം. യം ഹി നവ്യദയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹി നവ്യദയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യദയന്തി ഏതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. ഇവിടെ എന്താ പറഞ്ഞത്? ഹേ പുരുഷർഷഭ എന്ന് അർജുനനെ സംബോധന ചെയ്തു. അല്ലയോ പുരുഷ ഋഷഭ, പുരുഷന്മാരിൽ വെച്ച് ഋഷഭനായിരിക്കുന്നവനെ, ശ്രേഷ്ഠനായിരിക്കുന്നവനെ, പുരുഷോത്തമനായിരിക്കുന്നവനെ, മിടുക്കനായിരിക്കുന്നവനെ, സമർത്ഥനായിരിക്കുന്നവനെ അർജുന. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് അർജുനൻ, നരോത്തമനാണ്. അപ്പൊ അല്ലയോ നരോത്തമനായിട്ടുള്ള അർജുന, യം എന്ന് പറഞ്ഞാൽ യം പുരുഷം, ഏതൊരു പുരുഷനെ, ഏതേ ന വ്യദയന്തി. ഏതേ എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇവകൾ എന്നാണ് പറയുന്നത്. ഇവകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? മുമ്പ് പറഞ്ഞതായിട്ടുള്ള ശീതം, ഉഷ്ണം അല്ലെങ്കിൽ മാത്രാസ്പർശങ്ങൾ. മാത്രാസ്പർശങ്ങൾ എന്നർത്ഥം, അല്ലെങ്കിൽ സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും അങ്ങനെയുള്ളതായിട്ടുള്ള പരിതസ്ഥിതികൾ. ഏതേ യം പുരുഷം ന വ്യദയന്തി, ഏതൊരു പുരുഷനെ വ്യഥയുണ്ടാക്കുന്നില്ലയോ, യാതൊരുവന് വിഷമമുണ്ടാക്കുന്നില്ലയോ, വ്യസനിപ്പിക്കുന്നില്ലയോ. സമദുഃഖ സുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. അപ്പൊ യം പുരുഷം എന്ന് പറഞ്ഞതിനെ വിശേഷിപ്പിച്ചതാണ് യം സമദുഃഖ സുഖം ധീരം പുരുഷം ന വ്യദയന്തി. ദുഃഖസുഖങ്ങളെ സമമായി വീക്ഷിക്കുന്നവനാണ് സമദുഃഖ സുഖം. അപ്പൊ ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ നേരിടുന്ന, സമമായി കാണുന്ന, ബുദ്ധിയോടുകൂടി കാണുന്നവനായിട്ടുള്ള ഒരു ധീരനായ പുരുഷനെ ഇത് വിഷമിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ സഹ അമൃതത്വായ കൽപ്പതേ, അവൻ അമൃതത്വത്തിനായിക്കൊണ്ട് യോഗ്യനായിത്തീരുന്നു. കൽപ്പതേ എന്നുള്ളത് അവൻ യോഗ്യനായിത്തീരുന്നു എന്നർത്ഥം സൂചിപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ വേർക്കണം, ചൂട് കാരണം. അതൊന്ന് കൺട്രോൾ ചെയ്തതാണ്. അപ്പൊ ഏതൊരു സമദുഃഖ സുഖ ധീരനായൊരു പുരുഷനെ ഇവയൊന്നും വ്യഥയുണ്ടാക്കുന്നില്ലയോ, വ്യസനമുണ്ടാക്കുന്നില്ലയോ, അവൻ അമൃതത്വത്തിനായിക്കൊണ്ട് യോഗ്യനായിത്തീരുന്നു, സമർത്ഥനായിത്തീരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഭാഷ്യത്തിലെ ചെറിയ അർത്ഥം നോക്കിയിട്ട് ചിന്ത ചെയ്യാം.
യം ഹി പുരുഷം സമദുഃഖസുഖം സമേ ദുഃഖസുഖേ യസ്യ തം സമദുഃഖസുഖം സുഖദുഃഖപ്രാപ്തൗ ഹർഷവിഷാദരഹിതം ധീരം ധീമന്തം ന വ്യതയന്തി ന ചാലയന്തി നിത്യാത്മദർശനാത് ഏതേ യഥോക്താഃ ശീതോഷ്ണാദയഃ സ നിത്യാത്മദർശനനിഷ്ഠോ ദ്വന്ദ്വസഹിഷ്ണുഃ അമൃതത്വായ അമൃതഭാവായ മോക്ഷായ കൽപ്പത്തെ സമർത്ഥോ ഭവതി. അത്ര മാത്രമേ ഉള്ളൂ ഈ ശ്ലോകത്തിന് ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യം. അപ്പൊ യം ഹി പുരുഷം, ഏതൊരു പുരുഷനെ, എങ്ങനെയുള്ള പുരുഷൻ? സമദുഃഖ സുഖം, സമദുഃഖ സുഖം പുരുഷം. അപ്പൊ ആരാണ് ഈ സമദുഃഖ സുഖനായ പുരുഷൻ? സമേ ദുഃഖസുഖേ യസ്യ തം സമദുഃഖ സുഖം. ആർക്കാണോ ദുഃഖസുഖങ്ങൾ സമമായിരിക്കുന്നത്. അതെങ്ങനെയാണ് സമമാകുന്നത്? ദുഃഖം ദുഃഖമല്ലേ, സുഖം സുഖമല്ലേ? എല്ലാവർക്കും ദുഃഖം ദുഃഖമാണ്, സുഖം സുഖമാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരാൾക്ക് സുഖത്തെ ദുഃഖമായും ദുഃഖത്തെ സുഖമായും കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ടിനെയും സമമായി കാണാൻ പറ്റുമോ? രണ്ടും രണ്ടല്ലേ എന്നാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അയാളെ സമമായിട്ട് കാണുന്നത് എന്ന് പറയണം. ഇവിടെ കാണുന്നതിലല്ല പ്രശ്നം, അതിനെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ്. ഒരാൾക്ക് സുഖം കൊടുക്കുന്ന വിഷയം മറ്റൊരാൾക്കും സുഖം തന്നെയാ കൊടുക്കുക. അഥവാ സാഹചര്യങ്ങൾ രണ്ടുപേർക്കും സെയിം ആണ്, പക്ഷെ അതിനെ സമീപിക്കുന്നത് വ്യത്യസ്തമാണ്. രണ്ടു കൂട്ടര്, ഒരു കൂട്ടര് ഒരു സുഖം വരുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു, വേറൊരാള് അതിനെ യാതൊരു എന്താ പറയുക ഹർഷവും സന്തോഷവും കൂടുതലായിട്ട് പ്രകടിപ്പിക്കാതെ സമചിത്തതയോടെ കാണുന്നു. അതുപോലെ ഒരാൾ ദുഃഖം വരുമ്പോൾ വളരെയധികം വിഷമിക്കുന്നു. ഈ ധീരനായിട്ടുള്ള ഒരാള് ആ ദുഃഖത്തിലും അയാളുടെ വിഷമത്തെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നു. അതാണ് ഇവിടെ സമദുഃഖ സുഖം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് സുഖദുഃഖ പ്രാപ്തവും ഹർഷവിഷാദരഹിതം. വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുഖദുഃഖ പ്രാപ്തവും ഹർഷവിഷാദരഹിതം. അതായത് സുഖപ്രാപ്തിയിൽ ഹർഷവുമില്ല, ദുഃഖപ്രാപ്തിയിൽ വിഷാദവുമില്ല. അങ്ങനെയുള്ളവനെയാണ് സമദുഃഖ സുഖം എന്ന് പറയുന്നത്. പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ, സംസ്കാരഹീനന്മാരായിട്ടുള്ളവർ, വേണ്ടത്ര പക്വതയില്ലാത്തതായിട്ടുള്ള പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ സുഖം വരുമ്പോൾ, സുഖം എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവര് എന്തെന്നില്ലാത്ത ഹർഷത്തെ പ്രാപിക്കുന്നു. അവരത് ആഘോഷിക്കുന്നു, നിലം തൊടാതെ കുതിക്കുന്നു, ആകാശം മുട്ടെ അതിനെ കുതിച്ച് ചാടിക്കൊണ്ട് ആഘോഷിക്കുന്നു. അവർ പ്രാകൃതന്മാരാണ്. അവർക്കൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. ഹർഷത്തിൽ ഇങ്ങനെ ഉച്ചത്തിൽ സന്തോഷിക്കുകയും ഉയരത്തിൽ കുതിച്ചു ചാടുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം വിഷാദമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ വളരെയധികം കാണാലോ അല്ലേ? എല്ലാവർക്കും കണ്ടൂടെ? കാണുകയും കേൾക്കുകയും ചെയ്തൂടെ? വിഷമമുണ്ടോ കാണാൻ? നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു കുഴപ്പമില്ലല്ലോ. എമർജൻസി ലൈറ്റാണ്, കറണ്ട് പോയി.
ദുഃഖം വരുമ്പോൾ വല്ലാതെ വിഷമിക്കുക, ടോട്ടലി ഡിപ്രസ്ഡ് ആവുക. അതാണ് സാധാരണ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. ഇപ്പൊ കൊച്ചുകുട്ടികളെ നമുക്കറിയാം. കൊച്ചുകുട്ടികൾ എങ്ങനെയാണ്? നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അവര് സന്തോഷിക്കാനായിക്കൊണ്ട്. ഒരു മിഠായി കിട്ടിയാൽ ചിലപ്പോൾ കുതിച്ച് ചാടും. ആ മിഠായിയുടെ ലാഭത്തില് അവരാഗ്രഹിച്ചതായിട്ടുള്ള മിഠായി കിട്ടി എന്ന് പറയുമ്പോഴേക്കും ഉയരത്തിൽ കുതിച്ച് ചാടും. അവര് ആഹ്ലാദം പ്രകടിപ്പിക്കും, അല്ലേ? അതേ നിസ്സാരമായിട്ടുള്ളൊരു മിഠായി മണ്ണിൽ വീണുപോയി അവർ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് ഉരുകിപ്പോയി വീണുപോയി എന്ന് വിചാരിക്കുക. അത് മതി കുട്ടികൾ കരയാനായിക്കൊണ്ട്. എന്തൊരു വിഷാദം പ്രകടിപ്പിക്കുക. എത്ര കരയും, നിലത്ത് കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് ഉരുണ്ട് കരയും. അത് കുട്ടികളുടെ സ്വഭാവം. അപ്പൊ അതേ സ്വഭാവം വളർന്നവരിലും കാണാം നമ്മൾ. ഐസ്ക്രീമിനായിരിക്കില്ല എന്ന് മാത്രം. ഐസ്ക്രീം കിട്ടിയപ്പോൾ സന്തോഷിച്ച കുട്ടിയെ പോലെ, ഐസ്ക്രീം നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞ കുട്ടിയെ പോലെ വിഷമിക്കുന്ന വലിയ ആളുകളെ നമുക്ക് കാണാം. വാസ്തവത്തിൽ ഈ ഐസ്ക്രീമിനോളേ ഉള്ളൂ ഈ ലോകത്തിൽ ഏതും. കുട്ടിക്ക് ഐസ്ക്രീം എന്നതുപോലെ നമ്മളെ സംബന്ധിച്ച് ലോകത്തിലുള്ളതായിട്ടുള്ള ഏത് വിഷയങ്ങളും അത് വരുന്നതുമാണ് പോകുന്നതുമാണ്. തൽക്കാലം വന്നിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ പോകാനുള്ളതാണ്. അതാണ് മുമ്പേ പറഞ്ഞ ആഗമ അപായിനഹ അനിത്യാഹ. അപ്പൊ ഏത് വിഷയങ്ങളാണെങ്കിലും ഇപ്പൊ തൽക്കാലം ലാഭമുണ്ട്, തൽക്കാലം അനുകൂലമായിട്ടുണ്ട്. എപ്പോഴാണ് ഇത് നമ്മളെ വിട്ടുപോവുക, എപ്പോഴാണ് പ്രതികൂലമാവുക അറിയില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതാ കറണ്ട് വന്നു, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, വേഗം വന്നു. ഇനി എപ്പോൾ വരുന്നു വിചാരിച്ചു, വന്നു, സന്തോഷം. അതിനെ ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിൽ പോകാം, അടുത്ത നിമിഷം പോകാം. അതാണ് അതിൻ്റെ സ്വഭാവം. അതിനെ വളരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ, അല്ലേ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വേറെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഏർപ്പാടുകളും ചെയ്തു വെച്ചിരിക്കുക. കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ കാര്യം നടക്കും. എമർജൻസി ലൈറ്റ് കൊണ്ട് നമ്മൾ കാര്യം നടത്തും. നമ്മൾ തയ്യാറാണ്, നമ്മൾ പ്രിപ്പയർഡാണ്. എമർജൻസി ലൈറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ കൂടുതൽ നമുക്ക് ഈ കാര്യം നടത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് വിഷമിക്കാം. അതുപോലെ ജീവിതത്തിലും വ്യാവഹാരിക ദശയിൽ നമുക്ക് ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാവും. പലതരത്തിലുള്ളതായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ വരും, അത് പോകും. പ്രതികൂല സാഹചര്യങ്ങൾ വരും, അതും പോകും. അപ്പൊ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അമിതമായി നമ്മൾ ആഹ്ലാദിക്കേണ്ട കാര്യമില്ല, സന്തോഷിക്കേണ്ട കാര്യമില്ല. അതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് വിഷാദഗ്രസ്തരാവേണ്ട കാര്യമില്ല, ദുഃഖത്തിൽ ആഴ്ന്ന് പോകേണ്ട കാര്യമില്ല. അത് താൽക്കാലികം മാത്രമാണ്, അത് കടന്നു പോകും. അതാണ് ലോക സ്വഭാവം. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഇതെല്ലാം, ഈ അവസ്ഥകളെല്ലാം കടന്നു പോകും. ഇതെല്ലാം വരും പോകും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം വരും പോകും. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് അതിനെ ആരാണോ സമീപിക്കുന്നത്, അതാണ് ധീരൻ എന്ന് പറയുന്നത്. ധീരം ധീമന്തം. ധീമന്തം ധീമാനായിരിക്കുന്നവൻ, ബുദ്ധിമാനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഒരുവനെ, ധീമാനായിരിക്കുന്നവനെ, ബുദ്ധിമാനായിരിക്കുന്നവനെ ന വ്യതയന്തി, ന വ്യതയന്തി ന ചാലയന്തി. വ്യതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവനായിട്ട് ചലിപ്പിക്കുന്നില്ല, അവനായിട്ട് വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നില്ല, അവൻ പീഡിതനാവുന്നില്ല, തകർന്ന് തരിപ്പണമാകുന്നില്ല. ന വ്യതയന്തി ന ചാലയന്തി. എന്തുകൊണ്ട്? നിത്യ ആത്മദർശനാത്.
ഏതേ യഥോക്താഹ ശീതോഷ്ണാദയഃ സഹ നിത്യ ആത്മദർശന നിഷ്ഠോ ദ്വന്ദ്വ സഹിഷ്ണു അമൃതത്വായ അമൃതഭാവായ മോക്ഷായ കൽപ്പതേ സമർത്ഥോ ഭവതി. അപ്പൊ എന്തുകൊണ്ട് അയാളെ ഇത് വ്യതയുണ്ടാക്കുന്നില്ല, ചലിപ്പിക്കുന്നില്ല, വിഷമമുണ്ടാക്കുന്നില്ല? നിത്യ ആത്മദർശനാത്, നിത്യമായ ആത്മാവിനെ ദർശിക്കുന്നത് കൊണ്ട്, സത്യമായ വസ്തുവിനെ അയാൾ ദർശിക്കുന്നത് കൊണ്ട്, അയാളുടെ ദൃഷ്ടി പാരമാർത്ഥിക തലത്തിൽ ഉറച്ചിട്ടുള്ളത് കൊണ്ട്, വ്യാവഹാരിക തലത്തെ അയാൾ അത്രത്തോളം പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ. പാരമാർത്ഥിക ദൃഷ്ടിയാണ് അയാൾക്ക് ഉള്ളത്. അയാൾ പരമാർത്ഥം അറിയുന്നു, മാറാത്ത വസ്തുവിനെ അയാൾ കാണുന്നു. മാറുന്നത് മാറുന്നതാണെന്നും കാണുന്നു. മാറിക്കൊണ്ടേയിരിക്കുന്നത് മാറിക്കൊണ്ടേയിരിക്കും. മാറാത്തതായിട്ടൊരു വസ്തു ഉണ്ട്, അതിനൊരു കാലത്തും മാറ്റമില്ല എന്നും കാണുന്നതിനെയാണ് ഇവിടെ നിത്യ ആത്മദർശനാത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇളകാത്തത് എന്ന് വെച്ചാൽ അദ്ദേഹം ഉറച്ചിരിക്കുകയാണ്. ഉറച്ചിരിക്കുന്ന ഒരാളെ ഇളക്കാൻ പറ്റില്ല. എന്തിലാ ഉറച്ചിരിക്കുന്നത്? പരമാർത്ഥിക ദൃഷ്ടിയിൽ ഉറച്ചിരിക്കുകയാണ്. സത്യമായ വസ്തുവിൽ അയാളുടെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു. മാറാത്ത വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു. അത് അയാൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്നതിന് മാറ്റമില്ല, ഇന്നത് മാറുന്നതാണ്. അപ്പൊ മാറുന്നത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിന് ഞാൻ ചലിക്കണം, ഞാൻ വ്യത അനുഭവിക്കണം, ഞാൻ പീഡിതനാവണം? മാറുന്നതൊക്കെ മാറട്ടെ, എല്ലാം വരട്ടെ പോകട്ടെ. അതിഥികളെ പോലെ എല്ലാ അനുഭവങ്ങളും വരട്ടെ പോകട്ടെ. ഓരോ അനുഭവങ്ങളും എന്നെ പക്വപ്പെടുത്തുന്നു, എന്നെ കൂടുതൽ ശക്തനാക്കുന്നു, അല്ലെ, എനിക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി തരുന്നു, റെസിസ്റ്റൻസ് തരുന്നു. അപ്പൊ ഓരോ അനുഭവങ്ങളെയും ഞാൻ അങ്ങനെ എന്നെ ശക്തനാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ ദാ കൊറോണ എന്നൊരു രോഗം വന്നു, മാറാ രോഗം വന്നു, അല്ലെങ്കിൽ ഒരു മാരക രോഗം വന്നു, നമ്മളെയൊക്കെ കൊല്ലുന്ന രോഗം. ഇപ്പൊ ഇതിനെ അതിജീവിക്കുന്നവർ, ഇല്ലേ, കൊറോണ വന്ന് ഭേദമായ ആളുകൾ, അവർക്ക് എന്തുണ്ടായി? ആ കൊറോണ എന്നുള്ള രോഗത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം കുറച്ച് ഭീതിയൊക്കെ കൊടുത്തു തൽക്കാലം. പക്ഷെ അതിനെ അതിക്രമിച്ചു കഴിയുമ്പോഴോ ആ രോഗം പൂർണ്ണമായി മാറി ടെസ്റ്റ് നോക്കിയപ്പോൾ അതിൽ നിന്ന് മുക്തനായിരിക്കുന്നു, രോഗം നെഗറ്റീവായിരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തായി? അദ്ദേഹത്തിന് ഒരു പരിചയമായി, ഒരു അനുഭവമായി, കൂടുതൽ ശക്തനായി. ഇനി ആ രോഗം അയാളെ അത്ര വേഗം ബാധിക്കില്ല. ഒരിക്കൽ വന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ഇമ്മ്യൂണിറ്റി അയാൾക്ക് ഉണ്ടായി. ആ രോഗാണുവിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷി അയാൾ നേടിയെടുത്തു. അതൊരു അനുഭവം അയാളെ സമ്പന്നനാക്കി. കുറച്ച് ദിവസം കുറച്ച് വിഷമിച്ചുവെങ്കിലും, ക്വാറന്റൈനോ അതുപോലെ ഒറ്റപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു അവസ്ഥയും കുറച്ച് ഭയമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞതോടുകൂടി കൂടുതൽ കോൺഫിഡൻസ് ആയി, കൂടുതൽ ശക്തനായി. ഓ, ഞാൻ ശക്തനാണ്, എനിക്കിതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇനിയും ഇതുപോലെയുള്ളതായിട്ടുള്ള രോഗങ്ങൾ വന്നാലും ഞാൻ അതിനെ അതിജീവിക്കും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് ഇതുപോലെയുള്ള ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. അവർ മാനസികമായി വളരെയധികം തകർന്നു പോകുന്നുണ്ട്. കാരണം അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവർക്ക് ഈ ഒരു ധൈര്യം, ഇതിനെ നേരിടാനുള്ളതായിട്ടുള്ള ഒരു ധൈര്യം നേരത്തെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ അസുഖം വരുമ്പോൾ അവർ വല്ലാതെ ഒരു എന്താ പറയുക, സൈക്കോളജിക്കലായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. രോഗം വിട്ടുപോയാലും രോഗവിമുക്തി നേടിയാലും വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ഇപ്പോഴും മരിക്കുമെന്ന് പേടിച്ച് മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് വല്ലാത്തൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബാധ ഉണ്ടായവരായിട്ട് ആ ഭയം അവരെ ഒരിക്കലും വിട്ടുമാറാതെ, രോഗം മാറിയിട്ടും മരണഭയം മാറാതെ ജീവിതത്തിൽ
എപ്പോഴും ഭയവും നിരാശയുമായിക്കൊണ്ട് അസ്വസ്ഥരായിക്കൊണ്ട് കഴിയുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഇടയിൽ കാണാം. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, നമ്മുടെ ചുറ്റുപാടും കാണാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? ഈ രോഗം അത് വരും. അത് നമ്മൾ ശക്തരാണെങ്കിൽ, നമ്മൾ മാനസികമായിട്ട് ശക്തി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നേരിടാം. അത് കടന്നു പോകും. നമ്മൾ കൂടുതൽ ശക്തരായിട്ട് ഇവിടെ ശേഷിക്കും. ഇമ്മ്യൂണിറ്റി നമുക്ക് കൂടുകയാണ് ഉണ്ടാവുന്നത്. അടുത്തതുപോലെ ഒരു രോഗം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയും ഞാൻ നേടും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കാൻ നമ്മൾ ശീലിക്കണം. പക്ഷെ ചിലർക്ക് വളരെ എന്താ പറയുക, വീക്കായിരിക്കുന്നതായിട്ടുള്ള മനസ്സുള്ള ആളുകൾക്ക് ഇത് വല്ലാത്ത ഭയം ഉണ്ടാക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ ഇത് ബാധിക്കുന്നില്ല. ഇപ്പൊ എത്രയോ ആളുകൾ ടെസ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവാം. അവരത് മൈൻഡ് ചെയ്തില്ല. അവർ അവരുടേതായിട്ടുള്ള റുട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് പോസിറ്റീവാണെന്ന് അറിയുന്നത്. ചിലപ്പോൾ അത് അറിയുന്നതായിരിക്കും ചിലപ്പോൾ ദുഃഖം ഉണ്ടാക്കുക, വിഷമം ഉണ്ടാക്കുക, അല്ലെ ഉണ്ടാക്കുക. അറിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് വിഷമം. ചിലപ്പോൾ ആ ഭയം തന്നെ ചിലപ്പോൾ രോഗത്തെ കൂടുതലാക്കാനും ഗുരുതരമാക്കാനും നമ്മുടെ മരണത്തിനൊക്കെ കാരണമാവും. അപ്പോൾ ചിലതൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആത്മവിശ്വാസത്തോടെ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ നേരിടാൻ കഴിവുള്ളതായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതൊന്നും സാരമില്ല, അതിനെയൊക്കെ ഞാൻ നേരിടും, അതെല്ലാം കടന്നു പോകും, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി അതിനെ തിദിക്ഷ അവഗണിക്കാൻ സാധിക്കും. ഇനി അഥവാ മരണം സംഭവിച്ചാൽ തന്നെ എന്താപ്പോ എന്ന് കരുതുന്ന ധൈര്യമുള്ളതായിട്ടുള്ള ആളുകൾ, അവർ പ്രിപ്പയർഡാണ്. അവനെയാണ് ഇവിടെ സമദുഃഖ സുഖം ധീരം. ധീരനാണവൻ, ബുദ്ധിമാനാണവൻ, ബുദ്ധിയിൽ രമിക്കുന്നവനെയാണ്. അന്ധക്കരണത്തെ വേണ്ട പോലെ നിയന്ത്രിക്കുന്നവനാണ് ധീരൻ എന്ന് പറയുന്നവൻ. അങ്ങനെയുള്ള അവൻ നിത്യ ആത്മദർശനാത്, നിത്യമായ ആത്മാവിനെ ദർശിച്ചതുകൊണ്ട്, സത്യമായ വസ്തുവിനെ ദർശിച്ചതുകൊണ്ട് ഈ വന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവന് വലിയ വ്യതയൊന്നും ഇല്ല. ഇതെല്ലാം വരുന്നതും പോകുന്നതുമാണ്. എല്ലാം വരും പോകും. ശാശ്വതമായിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. ആത്മാവിന് യാതൊരു ഹാനിയും ഉണ്ടാകുന്നില്ല, അതിന് നാശമില്ല എന്ന് ദർശിച്ചിരിക്കുന്ന ആളുകൾ ഏതേ യഥോക്താഹ ശീതോഷ്ണാദയ. ഈ ശീതോഷ്ണ സുഖദുഃഖാദികൾ ദ്വന്ദ്വങ്ങൾ അവനെ ന വ്യതയന്തി. സഹ നിത്യാത്മദർശന നിഷ്ഠ ദ്വന്ദ്വ സഹിഷ്ണു അമൃതത്വായ അമൃതഭാവായ മോക്ഷായ കൽപ്പതേ സമർത്ഥോ ഭവതി. അങ്ങനെയുള്ള സഹ നിത്യ ആത്മദർശന നിഷ്ഠ, നിത്യമായിരിക്കുന്ന ആത്മാവിനെ ദർശിക്കുന്നതിൽ നിഷ്ഠയുള്ളവൻ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പ്, നിതരാം സ്ഥിതി, നല്ല ഉറപ്പുള്ളതായിട്ടുള്ള ആള് ദ്വന്ദ്വ സഹിഷ്ണുവായിരിക്കുന്നു. ദ്വന്ദ്വ സഹിഷ്ണു, ദ്വന്ദ്വങ്ങളെ, വിപരീത ഭാവങ്ങളെ, ഓപ്പോസിറ്റ്സിനെ അയാള് സഹിക്കുന്നു. വരുന്നതും പോകുന്നതിനെയും വരാനും പോകാനും അനുവദിച്ചുകൊണ്ട് ശീതവും ഉഷ്ണവും അതുപോലെയുള്ള പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള ഏതവസ്ഥകളെയും അയാൾ ഒരുപോലെ സമചിത്തതയോടെ കാണുന്നു. അങ്ങനെയുള്ള ധീരൻ അമൃതത്വായ അമൃതഭാവായ മോക്ഷായ, അവനാണ് മോക്ഷത്തിനായി കൊണ്ട് കൽപ്പതേ സമർത്ഥ ഭവതി, സമർത്ഥനായി ഭവിക്കുന്നു, യോഗ്യനായി ഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെ ദൃഷ്ടിയാണോ എപ്പോഴും നിത്യമായ വസ്തുവിനെ കുറിച്ചാകുന്നത് അവനാണ് മോക്ഷത്തിന് അർഹൻ. അനിത്യമായതിന്റെ പുറകെ പോകുന്നവന് മോക്ഷത്തിന് അർഹതയില്ല. അവന് എപ്പോഴും ദുഃഖിക്കാൻ മാത്രമേ അവകാശമുള്ളൂ.
കാരണം അയാളുടെ ദൃഷ്ടി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിലാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അനുകൂലമായത് വരുമ്പോൾ സന്തോഷിക്കുകയും പ്രതികൂലമായത് വരുമ്പോൾ എപ്പോഴും വിഷമിക്കുകയും ചെയ്യുന്ന ആൾക്ക് നിത്യമായതിനെ കാണാൻ കഴിയുകയില്ല. അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് അയാളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്ക് നിത്യമായ വസ്തുവിലുള്ള ദർശനമില്ലാത്തത് കൊണ്ട് അവൻ അമൃതഭാവത്തിന് അഥവാ മോക്ഷത്തിന്, ആ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് അർഹൻ അല്ലാതെയാവുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണോ, നമുക്ക് മോക്ഷം വേണോ, നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പദവി വേണോ, ആ നിത്യമായതിൽ നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ കേന്ദ്രീകരിക്കണം. നിത്യമായതിനെ എപ്പോഴും കാണാൻ പഠിക്കണം. നിത്യ അനിത്യ വിവേകം ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, മാറാത്തത് എന്താണ് എന്ന് നിരന്തരം വിചാരം ചെയ്തുകൊണ്ട് മാറാത്തതിനെ ആശ്രയിക്കണം, മാറുന്നതിനെ ആശ്രയിക്കരുത്. മാറിക്കൊണ്ടിരിക്കുന്നതിനെ ആശ്രയിക്കാതെ മാറാത്തതിനെ ആശ്രയിച്ച് ശീലിക്കണം. അത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം പറയുന്നത്, സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ആ പരമമായ സത്യത്തെ ഞങ്ങൾ നിരന്തരം ധ്യാനിക്കുന്നു, അനുസന്ധാനം ചെയ്യുന്നു. ആ പരമമായ സത്യത്തിലാണ് ഞങ്ങളുടെ ദൃഷ്ടി. ഞങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഏതാണ് ആ പരമമായിട്ടുള്ള സത്യം? ഏതാണ് ശാശ്വതമായിട്ടുള്ളത്? അതാണ് പരമമായിട്ടുള്ള സത്യം. യാതൊന്നാണോ മുമ്പുണ്ടായിരുന്നത്, യാതൊന്നാണോ എല്ലായ്പ്പോഴും ഉള്ളത്, അത് മാത്രമാണ് സത്യം. ബാക്കി ഉണ്ടായതെല്ലാം ഇല്ലാതെയാകും, അതിനെല്ലാം മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും. ജന്മാദ്യസ്യ യതഃ അസ്യ. അസ്യ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതായിട്ടുള്ള ഈ ജഗത്തിന്റെ ജന്മ ആദികളുണ്ട്. അപ്പൊ ജന്മ ആദികൾ ഉള്ളതിനെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. ജന്മം എന്ന് പറഞ്ഞാൽ, ജന്മ ആദി എന്ന് പറഞ്ഞാൽ ജന്മം, സ്ഥിതി, ലയം. ഉൽപ്പത്തി, സ്ഥിതി, നാശം, ഇത് മൂന്നുമുള്ളതാണ് ജഗത്ത്. ഈ ജഗത്തിന്റെ ഉൽപ്പത്തി മുതലായത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്നാണ്, ഏതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണ്? അതാണ് പരമമായിട്ടുള്ള സത്യം. ജന്മാദ്യസ്യ യതഃ. യാതൊന്നിൽ നിന്നാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ആവിർഭവിച്ചത്. യാതൊന്നിനെ ആശ്രയിച്ചാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. യാതൊന്നിലേക്കാണത് അവസാനം കാണാതെയാവുന്നത്, എല്ലാം ചെന്ന് വിലയം പ്രാപിക്കുന്നത്. അതാണ് പരമമായിട്ടുള്ള സത്യം. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി എന്ന ഉപനിഷത്ത്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ. യാതൊന്നിൽ നിന്നാണോ ഈ കാണുന്നതായിട്ടുള്ള ഭൂതങ്ങളെല്ലാം, ഭൂതങ്ങൾ എന്നാൽ ഉണ്ടായത്, ഭവിച്ചതെല്ലാം ഭൂതം. യാതൊന്ന് ഉണ്ടായോ എല്ലാം ഭൂതങ്ങളാണ്. അപ്പൊ ഇമാനി ഭൂതാനി, ഈ കാണുന്ന ജഗത്തിലെ ചരാചരാത്മകമായിട്ടുള്ള സർവവും, ചരവും ഭൂതമാണ്, അചരവും ഭൂതമാണ്. അപ്പൊ ചരാചരാത്മകമായിട്ടുള്ള സർവവും യാതൊന്നിൽ നിന്ന് ഉണ്ടായോ. ഏന ജാതാനി ജീവന്തി. യാതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്? ഏതൊന്നാണോ എല്ലാറ്റിനെയും സസ്റ്റെയിൻ ചെയ്യുന്നത്? ഈ കാണുന്നതിനെല്ലാം ഉണ്മ കൊടുക്കുന്നത് ആരാണ്? ഈ കാണുന്ന ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തുണ്ടല്ലോ, ഉണ്ടായ ജഗത്ത്. ഈ ഉണ്ടായ ജഗത്തിന് ആശ്രയമായ വസ്തു എന്താണ്? ആധാരമായ വസ്തു എന്താണ്? അതിന്റെ ഉണ്മ എന്താണ്? ഏന ജാതാനി ജീവന്തി. ജാതങ്ങളെല്ലാം ഏതൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളുടെ മുഴുവൻ എക്സിസ്റ്റൻസ് എന്തിലാണ്? ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണ്? അത് കഴിഞ്ഞെല്ലാം കാണാതെയാവുണ്ട്, പരിണമിച്ചു പോകുന്നുണ്ട്. യത് പ്രയന്തി അഭിസംവിശന്തി. ഏതൊന്നിലേക്കാണോ എല്ലാം പ്രയാണം ചെയ്യുന്നത്
എല്ലാം പ്രവേശിക്കുന്നത്. തദ് വിജിജ്ഞാസസ്വ, അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നാണ് ഉപനിഷത്ത് ഗുരു ശിഷ്യനോട് പറയുന്നത്. തൈത്തിരീയോപനിഷത്തിലെ വരുണൻ എന്നതായിട്ടുള്ള ഗുരു പുത്രനായിട്ടുള്ള ഭൃഗു എന്ന പുത്രനോട് പറയുന്നത്, മോനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഈ സത്യം, ഈ സത്യത്തെ നീ കണ്ടുപിടിക്കുക. എവിടെ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്, എവിടെയാണെല്ലാം, ഏതൊന്നിനെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണ് എല്ലാം ചെന്ന് വിലയം പ്രാപിക്കുന്നത്, അതാണ് പരമമായിട്ടുള്ള സത്യം, അതാണ് ബ്രഹ്മം എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലുത് അതാണ്. അതിനെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. ദ അബ്സല്യൂട്ട് റിയാലിറ്റി, പരമമായിട്ടുള്ള സത്യം. അതിനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. ആ സത്യമായ വസ്തുവിനെ കണ്ടുപിടിക്കാത്തവർക്കാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ബോധമില്ലാത്തവർക്കാണ്, ആ ദൃഷ്ടി ഇല്ലാത്തവർക്കാണ്, ആ പാരമാർത്ഥിക ദൃഷ്ടി ഇല്ലാത്തവർക്കാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാവഹാരികമായ ഈ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി ഉള്ളത്. ഇതാണ് സത്യം, ഈ കാണുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന പശു സമാനന്മാരാണ് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. പശു സമാനന്മാർ, മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവന്റെ മനിക്കുക എന്നുള്ള ഗുണം ഉപയോഗിക്കണം, അവന്റെ സാമർഥ്യം ഉപയോഗിക്കണം. മനിക്കുന്നവനാണ് മനുഷ്യൻ, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, മനനശീലവാനാണ് മനുഷ്യൻ, ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ, സത്യം അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. എന്താണ് പരമമായിട്ടുള്ള സത്യം, എന്താണ് റിയാലിറ്റി എന്ന് അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. അവനാണ് സത്യം പരം ധീമഹി എന്ന് പറയുന്നത്. പരമമായ സത്യത്തെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നവരാണ് മനുഷ്യർ. ബാക്കിയുള്ളവരൊക്കെ ഈ അപരമായതിനെ, ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഉച്ചനീച ഭാവത്തിലുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സത്യമായി കരുതി അതിൽ ഭ്രമിക്കുന്നു. അതിൽ തങ്ങൾക്ക് സുഖമെന്ന് കരുതുന്നത് വരുമ്പോൾ ഹർഷം ആഘോഷിക്കുന്നു. തങ്ങൾ പ്രതീക്ഷിച്ചത് നഷ്ടപ്പെടുമ്പോൾ, തങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വിഷാദിക്കുന്നു. അവര് ഈ പറഞ്ഞ വ്യാവഹാരികമായിട്ടുള്ള ലോകത്തിലാണ് അവരുടെ ദൃഷ്ടി ഊന്നിരിക്കുന്നത്. അവർ സത്യത്തെ ദർശിക്കുന്നില്ല, നിത്യമായ ആത്മദർശനം ഇല്ല. അപ്പൊ അതിനാണ് നമ്മൾ പ്രയത്നം ചെയ്യേണ്ടത്, സത്യമായ വസ്തുവിനെ ദർശിക്കാൻ. അതാണ് ശ്രീമദ് ഭാഗവതവും നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി എന്നതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രതിജ്ഞ. ആ പരമമായ സത്യത്തെക്കുറിച്ചിട്ടുള്ള നിരന്തരമായ വിചാരമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതുപോലെ വിചാരം ചെയ്ത് നിത്യമായ ആത്മദർശനം ചെയ്തിരിക്കുന്ന പുരുഷനെയാണ് ഇവിടെ ധീരൻ എന്ന് പറയുന്നത്. ധീരൻ എന്നാൽ ബുദ്ധിമാൻ. നിത്യാനിത്യ വിവേകം ചെയ്ത് നിത്യമായ വസ്തുവിനെ കണ്ടെത്തി അതിൽ നല്ല നിഷ്ഠയുള്ളവൻ, ഉറപ്പുള്ളവൻ. എന്താണ് നിത്യമായത്? ആ നിത്യമായതിനൊരു മാറ്റവും ഇല്ല. അനിത്യമായത് എന്നും അനിത്യം തന്നെയാണ്. അത് നിത്യപരിണാമിയാണ്. അത് മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ടായതുപോലെ തോന്നുന്നു, നാളെ ഉണ്ടാവുകയും ഇല്ല. അപ്പൊ ഡിപ്പെൻഡബിൾ അല്ല, അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം ഇല്ല. ഈ ഡിപ്പെൻഡബിൾ അല്ലാത്ത ഈ ലോകത്തിൽ ഒരു വസ്തുവിനെയും ഞാൻ എന്തിനെ ആശ്രയിക്കണം? മാറിക്കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടുകളെ ഞാൻ എന്തിനെ ആശ്രയിക്കണം? ഈ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലും മാറാതിരിക്കുന്നത് എന്താണ്? അതിനെയാണ് സത്യാന്വേഷിയായിട്ടുള്ള ഒരാൾ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും. അങ്ങനെ കണ്ടെത്തിയാൽ, ആ പരമമായിട്ടുള്ള സത്യത്തെ കണ്ടെത്തിയാൽ, അതിൽ നിഷ്ഠയുള്ളവനായാൽ,
ആ നിഷ്ഠ അഭ്യസിച്ച് അത് നിഷ്ഠയുള്ളവനായാൽ അവനെയാണ് ഇനി ഗീതയില് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാൻ പോകുന്നത്. ആ വസ്തുവില് ആരുടെ പ്രജ്ഞ ഉറയ്ക്കുന്നുവോ, സ്ഥിത പ്രജ്ഞ, സ്ഥിരപ്രജ്ഞ തന്നെയാണ്. പ്രജ്ഞ സ്ഥിരമായവൻ സ്ഥിതപ്രജ്ഞൻ. അപ്പൊ പ്രജ്ഞ സ്ഥിരമാവണമെങ്കിൽ എന്ത് വേണം? സ്ഥിരമായതിൽ ഉറയ്ക്കണം. പ്രജ്ഞ അഥവാ ബുദ്ധി, ജ്ഞാനം സ്ഥിരമായതിൽ ഉറയ്ക്കണം. സ്ഥാവരമായതിൽ അല്ലെങ്കിൽ നിത്യമായ വസ്തുവില് അവന്റെ പ്രജ്ഞ ഉറച്ചാലേ അവൻ സ്ഥിതപ്രജ്ഞനാവുള്ളൂ. അവനെ കുറിച്ച് ഇനി പറയും, ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതേർ മുനിരുച്യതേ. ഇത് തന്നെയാണ് അവിടെയും പറയുന്നത്. അമൃതത്വായ കൽപ്പത എന്ന് പറഞ്ഞില്ലേ, അവൻ അമൃതത്വത്തിന് അർഹനാകുന്നു, അവൻ മരണരഹിതമായ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നു, അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു, അവനെ മാറ്റം ബാധിക്കുന്നില്ല. മാറ്റങ്ങളൊക്കെ അവനെ കടന്നു പോകുമ്പോഴും അവൻ മാറുന്നില്ല. പ്രപഞ്ചത്തിൽ എന്തു തന്നെ മാറ്റങ്ങൾ ഉണ്ടായാലും അവൻ ഉറച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കൊക്കെ അധിഷ്ഠാനമായിരിക്കുന്നവനാണ് ഞാന്, എന്നിലാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഞാൻ മാറുന്നില്ല എന്ന് ആരാണോ കൂടസ്ഥനായി ഉറച്ചിരിക്കുന്നത്, ഒരു പർവ്വതം പോലെ അചലം ആയിരിക്കുന്നത്, രമണ മഹർഷി ഇരുന്നത് പോലെ ഇരിക്കുന്നത്, അരുണാചല പർവ്വതത്തെ പോലെ, തിരുവണ്ണാമല എന്ന് പറയുന്ന ആ മല എങ്ങനെയോ ആ മലയുടെ ഒരു പ്രതിരൂപമായിരുന്നു രമണ മഹർഷി, ഒരു കുലുക്കവുമില്ലാതെ. ആ മലയെയും രമണ മഹർഷിയെയും ഒരുപോലെ കാണാം നമുക്ക്. ആ മലയ്ക്ക് പോലും മാറ്റം ഉണ്ടാവാം, രമണ മഹർഷിയുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് സ്ഥിതപ്രജ്ഞൻ. എങ്ങനെയാണ് അത് ഉറച്ചത്? ഈ അഭ്യാസം കൊണ്ടാണ് ഉറച്ചത്. നമ്മൾ നിരന്തരമായിട്ട് ഈ വിചാരം ചെയ്ത് നിത്യമായ ഈ വസ്തുവിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കും തോറും നമ്മുടെ പ്രജ്ഞ, നമ്മുടെ ജ്ഞാനം, നമ്മുടെ ബോധം അതിൽ ഉറയ്ക്കും, സ്ഥിരമാകും. അങ്ങനെ സ്ഥിരമായ പ്രജ്ഞ, അത് സ്ഥിരമായ വസ്തുവിൽ, നിത്യമായ വസ്തുവിൽ ഉറയ്ക്കുമ്പോഴാണ് അവൻ സ്ഥിതപ്രജ്ഞനാവുന്നത്. അവൻ ദുഃഖേഷു അനുദ്വിഗ്നമനാഹ. പ്രതികൂല സാഹചര്യങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴും ചുറ്റുപാടുകളും അവന് പ്രതികൂലമാകുമ്പോഴും അനുദ്വിഗ്നമനാഹ, അവന്റെ മനസ്സിൽ ഉദ്വേഗമുണ്ടാകുന്നില്ല. അവൻ ആങ്ഷ്യസ് അല്ല, അവൻ വറിയഡ് അല്ല, അവൻ സ്റ്റേബിൾ ആയിരിക്കുന്നു. അനുദ്വിഗ്നമനാഹ ന ഉദ്വിഗ്നം മനഃ. അവന്റെ മനസ്സിന് ഉദ്വേഗമില്ല, ഉദ്വിഗ്നമല്ല, കുതിക്കുന്നില്ല, മനസ്സ് വിക്ഷുബ്ധമാകുന്നില്ല, ഇളകുന്നില്ല. അനുദ്വിഗ്നമനാഹ ദുഃഖേഷു സുഖേഷു വിഗതസ്പൃഹ. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ വലിയ ആസക്തിയും ഇല്ല, അവന് കൊതിയുമില്ല. എന്തെങ്കിലും തനിക്ക് സുഖം തരുന്ന വസ്തുക്കളെ കാണുമ്പോൾ ഹാ എന്ന് പറഞ്ഞവൻ വായും പൊളിച്ച് അതിനെ ആസക്തിയോടുകൂടി ആർത്തിയോടുകൂടി സ്വീകരിക്കുന്നുമില്ല. മറ്റുള്ളവർക്കൊക്കെ സുഖം കൊടുക്കുന്ന കാര്യമായിരിക്കും, ഇവനെ സംബന്ധിച്ച് അതും നിസ്സാരം. അതിനെ വരുന്നുവെങ്കിൽ നിഷേധിക്കുന്നില്ല, സ്വീകരിക്കുന്നു. പോകുന്നുവെങ്കിൽ തടയുന്നില്ല, പോകാൻ അനുവദിക്കുന്നു. അവന് യാതൊരു കുലുക്കവുമില്ല. അങ്ങനെയുള്ളവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഇനി ഇതേ അധ്യായത്തിന്റെ അവസാന ഭാഗം 18 ശ്ലോകങ്ങളെ കൊണ്ട് ഇത് അഭ്യസിച്ച ഒരാളെ കുറിച്ച്, അഭ്യസിച്ച് അതിൽ നിഷ്ഠ നേടിയ ഒരാള്. സൈക്കിള് ചവിട്ടാൻ പഠിക്കുമ്പോൾ നമ്മള് കുറെ പ്രാവശ്യം വീണ് തന്നെയാണ് ചവിട്ടാൻ പഠിക്കുക. കുറച്ചു ദൂരം ഓടിക്കും, ബാലൻസ് തെറ്റും, പിന്നെയും വീഴും, പിന്നെയും കുറച്ചു നേരം ഓടിക്കും, പിന്നെയും വീഴും. അല്ലേ? കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നടക്കാൻ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. 2 സ്റ്റെപ്പ് വയ്ക്കും, വീഴും, 2 സ്റ്റെപ്പ് വയ്ക്കും, വീഴും, പിന്നെയും നടക്കും.
നടക്കാൻ ശ്രമിക്കും. അങ്ങനെ നടന്ന് 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 പല പ്രാവശ്യം വീണ് ആ നടപ്പ് അവന് ഉറച്ചു കിട്ടും. അതുപോലെ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതും നീന്താൻ പഠിച്ചതും ഏത് വിദ്യയും നമ്മൾ പല പ്രാവശ്യം വീണിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റഡി ആയത് എല്ലാ വിഷയത്തിലും, ഏത് കാര്യമാണെങ്കിലും. അപ്പൊ അതുപോലെ ഈ കാര്യവും എന്ത് ചെയ്യണം? അഭ്യസിച്ച് പരിശീലിക്കണം. അതാണ് ഭഗവാൻ 6-ാം അധ്യായത്തിൽ ഇനി പറഞ്ഞു കൊടുക്കുക. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ എങ്ങനെയാ ഈ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുക? എങ്ങനെയാ മനസ്സിനെ സ്ഥിരമാക്കാൻ പറ്റുക? സ്ഥിരമായ വസ്തുവിൽ എങ്ങനെ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും? ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം. ഈ മനസ്സ് വളരെ ചഞ്ചലമാണല്ലോ, ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണല്ലോ, ഇതിന് ഭയങ്കര ബലമാണല്ലോ, ശക്തിയാണല്ലോ, ഇത് നമ്മളെ പിടിച്ച് ഒലയ്ക്കുന്നുണ്ടല്ലോ, വലിച്ചഴച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ. കൊടുങ്കാറ്റിനെ വേണമെങ്കിൽ നിയന്ത്രിക്കാം, എന്നാൽ ഈ മനസ്സിനെ നിയന്ത്രിക്കൽ പ്രയാസമാണ്. വായോരിവ സുദുഷ്കരം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഈ മനസ്സിനെ നിയന്ത്രിക്കൽ വായുവിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനോട് പറയും, അർജുന, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, നീ പറഞ്ഞത് സത്യം തന്നെ. ഈ മനസ്സ് പ്രമാദിയാണ്, ബലവത്താണ്, ദൃഢമാണ്, അതിങ്ങനെ ചഞ്ചലമാണ്, ശരി തന്നെയാണ്. അത് പറഞ്ഞിട്ട് അതിനെ വിടാൻ പറ്റില്ല. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. സംശയമില്ല മഹാബാഹുവായ അർജുന, ആ മഹാബാഹോ എന്നുള്ള വെളിയില് നീ എങ്ങനെയാണ് നിന്റെ ആയുധ വിദ്യയില് പെർഫെക്ഷൻ നേടിയത്? നീ എത്ര അഭ്യസിച്ചിട്ടാണ് നീ ഗുഡാകേശനായത്? നീ ഇരുട്ടിനെ ജയിച്ചില്ലേ? ഒരു ദിവസം ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിനക്ക് ഇരുട്ടിനെ ജയിക്കാൻ കഴിഞ്ഞോ? നീ എത്ര അഭ്യാസം ചെയ്തു? മറ്റുള്ള അഭ്യാസികളൊക്കെ വന്ന് പരാജയപ്പെട്ടെടുത്തല്ലേ പാഞ്ചാലി സ്വയംവരത്തിൽ നീ ആ ലക്ഷ്യം ഭേദിച്ചത്? ആ കറങ്ങുന്നതായിട്ടുള്ള യന്ത്രത്തിലെ മത്സ്യത്തെ താഴെയുള്ള ജലാശയത്തിൽ നിഴലിൽ നോക്കിക്കൊണ്ട് നീ അസ്ത്രമെയ്ത് വീഴ്ത്തിയില്ലേ? അതിന് നീ ഒറ്റയടിക്ക് നീ ജനിച്ചപ്പോഴേ സാധിച്ചുവോ? നീ അഭ്യാസം കൊണ്ടല്ലേ അത് നേടിയെടുത്തത്. അപ്പൊ മഹാബാഹുവും ഗുഡാകേശനുമായിരിക്കുന്ന നീ അഭ്യാസം കൊണ്ട് എങ്ങനെയാണോ പല കാര്യങ്ങളിലും ഉറപ്പ് നേടിയത്, സ്ഥൈര്യം നേടിയത്, നിഷ്ഠ നേടിയത്, ഏതൊറക്കത്തിലും നിനക്ക് വേണമെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അസ്ത്രം പ്രയോഗിക്കാൻ സാധിക്കും അല്ലേ? അത്ര സമർത്ഥനാണ് നീ. അപ്പൊ അതുപോലെ ഒരു നിഷ്ഠ അഭ്യാസം കൊണ്ട് നേടിയെടുക്കാം. അഭ്യാസേനത്വ കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോ ഇത് ഒരു സാധകനെ സംബന്ധിച്ച് ആദ്യം ക്ലേശമായിരിക്കും, കഷ്ടമായിരിക്കും. പക്ഷേ അതിൻ്റെ പരിശീലിച്ച് ഈ സാധകൻ തന്നെയാണ് ഭാവിയിൽ സിദ്ധനായി തീരുക. അല്ലാതെ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സിദ്ധന്മാരായിട്ട് ജനിക്കുന്നില്ല. അഭ്യാസം കൊണ്ട് ഏത് രംഗത്തും നമ്മൾ സിദ്ധന്മാരായിത്തീരുന്നു. ആരും പ്രയത്നം കൂടാതെ എളുപ്പ വഴിക്ക് സിദ്ധന്മാരായി തീരുന്നില്ല. അപ്പൊ ഈ വിഷയത്തിലാണെങ്കിലും, ഈ മനോനിയന്ത്രണം എന്നുള്ളതായിട്ടുള്ള വിഷയത്തിലാണെങ്കിലും, ഈ ധീരാവസ്ഥയെ പ്രാപിക്കണമെങ്കിലും നിരന്തരമായിട്ടുള്ള വിചാരവും അഭ്യാസവും പ്രയോഗവും, ഏത് സാഹചര്യങ്ങളെയും സമചിത്തതയോടെ നേരിട്ട് പരിശീലിക്കുക. പരിശീലിച്ച് അത് നമ്മുടെ സ്വഭാവമായി മാറും, ശീലമായി മാറും, അനായാസമായി മാറും.
കുതിരപ്പുറത്ത് കയറാൻ പഠിക്കുന്നവര്, കുതിരയെ ഓടിക്കാൻ പഠിക്കുന്നവര് എത്ര പ്രാവശ്യം കുതിര ചിലപ്പോൾ അയാളെ തൊഴിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം അയാൾ ഭൂമിയിൽ വീണിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ജോക്കി, ഒരു അഭ്യാസി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുതിരയെ നിയന്ത്രിക്കാൻ ശീലിക്കുന്നത്. അതുപോലെയാണ് ഈ മനസ്സാകുന്ന കുതിര. മനസ്സും ഒരു കുതിരയാണ്, അല്ലെങ്കിൽ മനസ്സൊരു മതയാനയാണ്, അല്ലെങ്കിൽ മനസ്സൊരു കുരങ്ങനാണ് അല്ലേ? നമ്മൾ ശിവാനന്ദ ലഹരിയില് മനസ്സിനെ ഇതൊക്കെ ആയിട്ട് ഉപമിച്ചു. ഒരു മതയാനയെ പോലെ ഇളകി മറിയുന്നു, നിയന്ത്രണമില്ലാതെ പോകുന്നു, ഒരു അങ്കുശവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സ്. ഈ മനസ്സിനെ മഹാദേവ അങ്ങയുടെ ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് അങ്ങയുടെ പാദമാകുന്ന തൂണിലേക്ക് പിടിച്ച് ബന്ധിക്കൂ. എന്റെ മനസ്സാകുന്ന ചപലനായ കൊരങ്ങനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ച് അങ്ങ് കൊണ്ടു നടക്കൂ എന്നൊക്കെ ആ ഭക്തിമാർഗം ആചാര്യ ഭഗവത്പാദർ കാണിച്ചു തരുന്നു. നിരന്തരമായിട്ടുള്ള ഭജനം തന്നെയാണ് ഭക്തി, നിരന്തരമായ ചിന്ത തന്നെയാണ് ഭക്തി, ഭഗവാനെ കുറിച്ചിട്ടുള്ള നിരന്തരമായ വിചാരം തന്നെയാ ഭക്തി. നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലക്ഷ്യം നേടാം, സ്ഥിരത നേടാം, നിഷ്ഠ നേടാം. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ച്, നിത്യമായ വസ്തുവിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ചിന്തയാണ് ഇനി ഇവിടെ ആരംഭിക്കുന്നത്. എന്താണ് നിത്യമായിട്ടുള്ളത്? ആ നിത്യമായതിൽ നമ്മുടെ ബുദ്ധിയെ ഉറപ്പിക്കുക. നിത്യമായതിൽ ബുദ്ധി ഉറപ്പിച്ചാൽ അനിത്യമായത് അത് മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് വലിയ ചലനം ഉണ്ടാവില്ല. നമ്മൾ ആങ്കേർഡാണ് അല്ലെ? ഒരു തോണി ഒരു നദിയുടെ കരയിലോ നദിയുടെ തീരത്തോ, അല്ലെങ്കിൽ ഒരു കപ്പല് സമുദ്ര തീരത്തോ അടുപ്പിച്ച് കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ട് അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെയാണ് ആങ്കറിങ് എന്ന് പറയുക. ഒരു ആങ്കർ എന്ന് പറയുന്ന ആണി അടിച്ച് അത് ഉറപ്പിക്കും. സ്ഥിരമായിട്ടുള്ള കുറ്റികളുണ്ട്. ഇപ്പൊ കപ്പലൊക്കെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് എത്രയോ ആഴത്തില് സമുദ്രത്തിന്റെ അടിയിലേക്ക് പൈൽ ചെയ്ത് വലിയ 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 കോൺക്രീറ്റ് കുറ്റികൾ, സ്തംഭങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ബന്ധിച്ചു നിർത്തും. വലിയ തോണികളാണെങ്കിലും അതുപോലെയുള്ള കുറ്റികളിൽ ബന്ധിച്ചിടും. അതല്ലെങ്കിൽ വെള്ളത്തിന്റെ അലകൾക്കനുസരിച്ച് അത് പോകും, കരയിൽ നിന്ന് അകന്നകന്ന് നിയന്ത്രണമില്ലാതെ പോകും, നടുക്കടലിലേക്ക് പോകും. ഒഴുകുന്ന നദിയിലാണെങ്കിലും കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെ പോയി കടലിൽ പോയി ചേരും. അപ്പോൾ ആളില്ലാതെ നിർത്തിയിരിക്കുന്നതായിട്ടുള്ള തോണിയും കപ്പലും ഒക്കെ എങ്ങനെയാണോ ഒരു സ്ഥിരമായിട്ടൊരു കുറ്റിയിൽ കെട്ടുന്നത്, അതുപോലെ നമ്മുടെ ഈ മനസ്സിനെ സ്ഥിരമായ ഒരു കുറ്റിയിലേക്ക് കെട്ടണം. ആ സ്ഥിരമായ കുറ്റിയെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഭക്തിമാർഗത്തിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ജ്ഞാനമാർഗത്തിൽ ബ്രഹ്മം, സത്യം എന്നൊക്കെ വിളിക്കുന്നു. പരമമായ സത്യം, പരബ്രഹ്മം, ആത്മാ എന്നൊക്കെ ജ്ഞാനമാർഗത്തിൽ വിളിക്കുന്നു. ഭക്തിമാർഗത്തിൽ അതേ വസ്തുവിനെ തന്നെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഭക്തിമാർഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരപാദത്തിൽ മനസ്സിനെ ബന്ധിക്കുക. അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ സ്ഥിരമായ വസ്തുവിൽ, സത്യമായ വസ്തുവിൽ, ആത്മസ്വരൂപത്തിൽ, നിത്യമായ വസ്തുവിൽ മനസ്സിനെ ഉറപ്പിക്കുക. രണ്ടും അഭ്യാസം കൊണ്ട് നിരന്തരമായി ഉറപ്പിച്ചാൽ അവനാണ് ധീരൻ. അത് ഉറച്ചു കഴിഞ്ഞവനാണ് സ്ഥിതപ്രജ്ഞൻ. അവന് അനിത്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമമില്ല.
പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ വിഷമിക്കുന്നുമില്ല, അനുകൂല സാഹചര്യങ്ങളിൽ അവൻ അമിതമായി ആഹ്ലാദിക്കുന്നുമില്ല. കാരണം ഇതൊക്കെ വന്നതാണ്, പോകുന്നതാണ്. ആഗമ അപായിനോ അനിത്യാഹ, വരുന്നതും പോകുന്നതുമാണ്, അനിത്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അനിത്യ വസ്തുക്കൾ ഏതൊരു ധീരനായ സുഖദുഃഖങ്ങളെ സമഭാവത്തോടെ ബാലൻസ്ഡ് ആയിട്ട് ആര് നേരിടുന്നുവോ അവനെ ഇത് ചലിപ്പിക്കുന്നില്ല. ന വ്യതയന്തി. ഇപ്പോ ഏതെങ്കിലും കുറ്റിയിൽ കെട്ടിയിടാത്തതായിട്ടുള്ള ഒരു തോണിയാണെന്ന് വിചാരിക്കുക. വെള്ളം ഒഴുകി വരുമ്പോൾ വ്യതയുണ്ടാകുന്നു, ഒഴുകിപ്പോകുന്നു. നേരെ മറിച്ച് കുറ്റിയിൽ കെട്ടിയിട്ടുള്ളതാണെങ്കിൽ അതിന് ഇളകുന്നതിനൊരു പരിധിയുണ്ട്. ഇളകാതിരിക്കില്ല. വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ച്, ഗതിക്കനുസരിച്ച് കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെയാണ് ഒരു സ്ഥിതപ്രജ്ഞനും. ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചെറിയ ഇളക്കമൊക്കെ ഉണ്ടാവും, ആ ഇളക്കം അവനെ വലിച്ചോണ്ട് പോയില്ല. എല്ലാ എന്താ പറയുക, സ്ഥിതപ്രജ്ഞന്മാർക്കും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചെറിയ കുലുക്കമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിയവരാണ്. വേദന, ശരീരത്തിന്റെ വേദന എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആ വേദനയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതെ, മറ്റുള്ളവർ കരയും പോലെയൊന്നും കരയാതെ, അത് തന്നെ അവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ അവഗണിക്കാൻ ശക്തി നേടിയിരിക്കുന്നവർ. അപ്പോൾ സ്ഥിതപ്രജ്ഞന്മാരെന്ന് പറയുന്ന ജ്ഞാനികൾക്കും ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരും, തീവ്രമായിട്ടുള്ള ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും, ചെറിയൊരു ഒലച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരെ പോലെ ആ ഒലച്ചിൽ അവനെ വല്ലാതെ അങ്ങോട്ട് നശിപ്പിക്കുകയില്ല, ഒലഞ്ഞു പോവുകയില്ല, അങ്ങനെ അങ്ങോട്ട് പോവുകയില്ല, ഒഴുകി പോവുകയില്ല. ഈ കുറ്റിയിലിട്ടതായിട്ടുള്ള തോണിയെ പോലെയേ ഉള്ളൂ. കുറ്റിക്ക് ബന്ധിക്കാത്തതായിട്ടുള്ള തോണി ഒലിച്ചു പോകും. കുറ്റിയിൽ ബന്ധിച്ചതായിട്ടുള്ള തോണി എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും എന്തെല്ലാം ചലനമുണ്ടായാലും അതിൽ ആ ഓളത്തിൽ ഒന്നിങ്ങനെ ഇളകിക്കൊണ്ട് നിന്നാലും അവിടെ തന്നെ കാണും, അവിടെ തന്നെ ഉണ്ടാവും. ആ കുറ്റിയിൽ ബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു കുറ്റിയിലേക്ക് ബന്ധിക്കാനുണ്ട്. ആ മനസ്സിനെ കുറ്റിയിലേക്ക് ബന്ധിച്ച് ശീലിച്ചാൽ അവനാണ് അമൃതത്വത്തിന് അർഹൻ. നിത്യമായ വസ്തുവിലേക്ക് മനസ്സിനെ നിരന്തരം അഭ്യസിപ്പിക്കുന്നവനാണ് എന്താ പറയുക, ധ്യാനയോഗി. അവൻ സമാധി എന്ന പദവിയെ പ്രാപിക്കുന്നു. നിരന്തരം അഭ്യസിച്ചുകൊണ്ടാണ് ഒരാൾ സമാധിയെ പ്രാപിക്കുന്നത്. അല്ലാതെ ജനിച്ച ഉടനെ ഒരാൾ ഒരു പ്രയത്നവും ചെയ്യാതെ സമാധി നിഷ്ഠയുണ്ടാകുന്നില്ല. സമാധിക്കായിക്കൊണ്ട് ധാരണ, ധ്യാനം എന്നുള്ള അഭ്യാസങ്ങൾ ചെയ്യണം. ധാരണയും ധ്യാനവും നിരന്തരം പരിശ്രമിക്കുമ്പോൾ എന്താ പറയുക, സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ബോധപൂർവം പ്രയത്നം ചെയ്യണം. അങ്ങനെ പ്രയത്നം ചെയ്ത് ആ സത്യത്തെ കണ്ടെത്തി അതിൽ മനസ്സ് ഉറപ്പിച്ചവനെയാണ് ധീരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആ എന്താണ് സ്ഥിരമായ വസ്തു, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ് അടുത്ത ശ്ലോകത്തിൽ. പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ് അടുത്ത ശ്ലോകം. വലിയൊരു ആശയമാണ്, അത് നമുക്ക് നാളെ കാണാം. യം ഹി നവ്യദയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അടുത്ത ശ്ലോകം നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ